അങ്ങനെ അഖിൽമാരാർ നമ്മുടെ 2020 വിട്ടിരിക്കുന്നു. അഖിൽമാരാറിന് അവിടെ പറ്റത്തില്ല, അവിടെ വലിയ സ്കോപ്പൊന്നും ഇല്ല എന്ന് കണ്ടിട്ടായിരിക്കാം അഖിൽമാരാർ അവിടെ നിന്ന് ചാടിയത്. പിന്നെ ആർക്കോ വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ തറക്കല്ലിടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. എനിക്ക് അതിൽ പറയാനുള്ളത്, ഇങ്ങനെ ചാടിക്കളിക്കുമ്പോഴത്തേക്ക് ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഇനി കോൺഗ്രസ്സുകാർ കയറ്റോ, CPM കയറ്റോ, അങ്ങനെയൊന്നുമില്ല. അവിടെ ഒന്നും ഒരു ഇതുമില്ല. വഴിയാധാരമായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് താരങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വഴിയാധാരമാവും. അത് ഇപ്പോൾ റോബിൻ്റെ കാര്യമില്ല, ഈ അഖിൽമാരാർ പറയുന്ന പോലെ ഞാൻ BJP-യിലേക്ക് വന്നുകൊണ്ട് ഉള്ള ഉദ്ഘാടനങ്ങൾ ഉള്ള ആൾക്കാരെല്ലാം വേണമെങ്കിൽ, ഇതൊക്കെ സത്യമല്ല. ഈ ബിഗ് ബോസ് താരങ്ങൾക്ക് ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫീൽഡ് ഔട്ട് ആവും. അടുത്ത ആൾ വരുമ്പോൾ പിന്നെ അവരായിരിക്കും. നമ്മൾ റോബിൻ്റെ കാര്യങ്ങളും അതിനു മുമ്പ് വന്നിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. ഇനി റോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, റോബിൻ കുറേ സ്റ്റോറീസും കുറേ സ്റ്റാറ്റസ് നമ്മളിട്ട് റീൽസൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലൂസിഫർ സിനിമയിലെ ടോവിനോയുടെ ഡയലോഗൊക്കെ എടുത്തിട്ട്, എനിക്ക് മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളം പറയാൻ അറിയാതെ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ബിഗ് ബോസിൽ കാണിച്ചിട്ടുള്ള റീലുകളി രാഷ്ട്രീയത്തിൽ കിടന്നങ്ങ് അലറുവാണ്. ഒരുപാട് വീഡിയോസ് കണ്ടു കേട്ടോ. ഞാൻ ഈ റോബിൻ്റെ ഒരു ആരാധകനായിരുന്നു. എനിക്കതൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല. എങ്കിലും ചിലതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ പറയുന്നത് തെറ്റില്ല എന്ന് തോന്നി. കാരണം അതുപോലെ കിടന്ന് അലറുവാണ് കിടന്ന്. അതെല്ലാം ചവിട്ടിപ്പൊളിക്കുന്നു, കുത്തിപ്പൊളിക്കുന്നു, പോലീസ് കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ. ഇങ്ങനെയുള്ള ഷോകൾ കാണിക്കും. ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും സീറ്റ് കൊടുക്കും, അല്ല ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും വോട്ട് കൊടുക്കും? എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ? അല്ല ഇങ്ങനെയൊക്കെയാണോ? സാധാരണക്കാർ എങ്ങനെയായിരിക്കും? എല്ലാവരും എടുത്തിട്ട് ട്രോളും. ഇപ്പം റോബിനെ ട്രോളി അത്ര വ്യൂസ് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വിട്ടേക്കുന്നത്. എങ്കിലും ഒരുപാട് ട്രോൾ വീഡിയോ കണ്ടു. ചിരിക്കാനുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുക്കും. കോമാളിയാവുകയാണ് കണ്ടിട്ട്. ഇനി ഞാനാണ് തോന്നുന്നു കോമാളിയാകുകയാണ്. ഇപ്പോൾ റോബിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. റോബിൻ്റെ കാര്യത്തിൽ ഇനി അങ്ങനെ വലിയ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വലിയ ഈ പുള്ളിക്കാരനൊന്നും വലിയ വോട്ട് കിട്ടാനും പോകുന്നില്ല. അതുപോലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെയാണ് കാണിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ സ്വന്തം കയ്യിൽ നിന്നൊക്കെ പൈസ ഇട്ടൊക്കെ ചെയ്താൽ മാത്രമേ അതിലൊക്കെ ഒരു വോട്ടായിട്ട് അതൊക്കെ വീഴാൻ സാധ്യതയുള്ളൂ. അതിനൊന്നും കഴിയത്തില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. ഇങ്ങനെയൊക്കെയാണ് പലരും കയറി വന്നിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ പോയ കുറേ ആളുകളുണ്ട്. നമ്മുടെ PC ജോർജ് ഇങ്ങനെ ചാടിക്കളിച്ച് ലാസ്റ്റ് ഒന്നുമില്ലാതായിപ്പോയി. അങ്ങനെ കുറേ നേതാക്കന്മാരുണ്ട്. ഇപ്പം അവരൊന്നും ഒരു വീഡിയോയിൽ പോലും അവരെയൊന്നും കാണുന്ന പോലും ഇല്ല, അല്ലൊരു വാർത്തയിൽ പോലും, ഒരു ന്യൂസിൽ പോലും. അത്രയ്ക്ക് അവരൊക്കെ ഇല്ലാതായിപ്പോയി. പേരെടുത്ത് പറയാൻ നമുക്ക് പേരെടുത്ത് പറയേണ്ട അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ റോബിനൊക്കെ കിടന്ന് കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ കുറേ ഡയലോഗും കയറ്റിയിട്ട് കിടന്ന് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെയാണ്. കുറച്ച് ഈ പുള്ളിക്കാരനെയൊക്കെ വേണ്ടിയിട്ട് ആളുകൾ തെറി വിളിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ദൈവമേ, എന്തൊക്കെയായിരുന്നു. റോബിൻ്റെ വണ്ടിയൊക്കെ ഒരു കല്ലി തട്ടി നിന്നൊക്കെ പറഞ്ഞുള്ളൊരു വലിയ ഇത്, അതൊക്കെ കാണുമ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ഈ പുള്ളിക്കാരനെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാണോ? എന്തൊരു മണ്ടനായിരുന്നു ഞാൻ. അങ്ങനെ കുറേ കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെ. പോട്ടെ, അവൻ്റെ കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം.